കോഴിക്കോട് പട്ടാപ്പകലിൽ നടന്ന 40 ലക്ഷം രൂപയുടെ കവർച്ച. ഒരു വ്യക്തി വന്നിട്ട്, ഷിബിലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി വന്നിട്ട് ഇസാഫ് എന്ന് പറയുന്ന പണമിടപാട് കേന്ദ്രത്തിൽ ബാങ്കിൽ വന്നിട്ട് പറയുകയാണ്, ഞാൻ തൊട്ടടുത്ത ഈ പറയുന്ന ഫൈനാൻസിയേഴ്സിൽ അക്ഷയ എന്ന് പറയുന്ന സ്ഥലത്ത് 38 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണം ഞാൻ പണയം വെച്ചിട്ടുണ്ട്. എനിക്ക് അവിടെ വയ്ക്കാൻ താല്പര്യമില്ല, അതൊന്ന് ടേക്ക് ഓവർ ചെയ്യണം, എനിക്കിവിടെയാണ് വെക്കുന്നതിൽ ഇഷ്ടം എന്നുള്ള രീതിക്ക് താല്പര്യം എന്ന് പറയുന്ന സമയത്ത് ഒന്നും തന്നെ നോക്കാതെ അവിടുത്തെ ജീവനക്കാർ 40 ലക്ഷം രൂപ എടുത്തുകൊണ്ട് അത് ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പുറപ്പെടുന്നു. അതിൻ്റെ പാതി വഴിയിൽ വെച്ചിട്ട് ഈ പറയുന്ന ഷിബിലാൽ പൈസ അടങ്ങിയ 40 ലക്ഷം രൂപ അടങ്ങിയ ബാഗ് തട്ടിപ്പറിച്ചുകൊണ്ട് രക്ഷപ്പെടുന്നു. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു വാർത്ത കേൾക്കുന്ന സമയത്ത് ഈ ജീവനക്കാരനോട് ആർക്കാണ് സിമ്പതി തോന്നുന്നത്? കാരണം ഇത്രയും വലിയ പണമിടപാടുകൾ നടത്തുന്ന ഒരു ജീവനക്കാരനാണെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് വേണ്ടിയുള്ള ഈ പറയുന്ന അല്പം കോമൺ സെൻസ് എങ്കിലും പ്രയോഗിക്കണ്ടേ? കാരണം ഇങ്ങനൊരു വ്യക്തി ആ ഒരു സ്ഥാപനത്തിൻ്റെ നമ്പർ എടുക്കാൻ എത്ര പാടാണ്. അതൊന്ന് എടുക്കുക, എന്നിട്ട് ഈ വ്യക്തിയുടെ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് ഇങ്ങനൊരു സംഭവം അവിടെ വെച്ചിട്ടുണ്ടോ എന്ന് തിരക്കുക എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ളൊരു നടപടിയെങ്കിലും ചെയ്തിട്ട് വേണ്ടേ ഇത്രയും വലിയ തുകയും കൊണ്ടൊക്കെ അവിടേക്ക് ഓടാൻ വേണ്ടിയിട്ട്? ഇതിൻ്റെയൊക്കെ പിന്നിൽ വേറൊന്നുമല്ല, ഇത്രയും സമയത്തിനുള്ളിൽ അവർ തേക്കേണ്ട കുറേയധികം ടാർജറ്റ് ബാക്കി കാര്യങ്ങളുണ്ട്. ഇത് തേക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലും വന്ന് പറയുന്ന സമയത്ത് അതിനുവേണ്ടി എടുത്ത് ഉരുമ്പെട്ട് പോയി കഴിഞ്ഞാൽ അവസാനം പിടിമുറുകുന്നത് സ്വന്തം കഴുത്തിൽ തന്നെ ആയിരിക്കുമെന്ന് ഇതുപോലുള്ള കേസുകൾ വരുന്ന സമയത്തെങ്കിലും ആൾക്കാർ മനസ്സിലാക്കണം.